നമസ്കാരം. നിഫ്റ്റി ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു മാറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിംഗ് സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ ബൈയിങ് സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ ട്രേഡിങ് ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രാറ്റജീസോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരാൾക്ക് എക്സിസ്റ്റ് ചെയ്യാൻ മീൻസ് സ്ഥിരമായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതാണല്ലോ മാർക്കറ്റ് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ്, അല്ലെങ്കിൽ അങ്ങനെ ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് കൈവരിക്കാം, അതെങ്ങനെ നമുക്ക് സ്വായത്തമാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വളരെ ചെറിയൊരു വീഡിയോ ആണ്. അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കണ്ടൻസ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യാം, അതിന് എന്തെങ്കിലും പൊടിക്കൈകളുണ്ടോ, അതെങ്ങനെ നമുക്ക് സ്വായത്തമാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വിവരണമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നത്? അയാൾക്ക് ഒരു സാലറി ഉണ്ട്, ചെറിയ ഇൻകം ഉണ്ട്, കുറച്ച് സേവിങ്സ് ഉണ്ട്. അപ്പോൾ ഈ സേവിങ്സ് എങ്ങനെ നമുക്ക് ഉപകാരപ്പെട്ട രീതിയിൽ അതിനകത്ത് നിന്ന് എങ്ങനെ ഏർണിങ്സ് ഉണ്ടാക്കാം എന്നുള്ള ചിന്ത വരുമ്പോഴാണ് ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റിലെത്തുന്നത് സാധാരണഗതിയിൽ. അതായത് ഒരാൾ കടമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ലോണുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്യാവശ്യം കയ്യിൽ ഏർണിങ്സും കാര്യങ്ങളും സേവിങ്സ് ഒക്കെ ഉള്ള ഒരാളാണ് ഏറ്റവും ബെസ്റ്റും. അങ്ങനെയുള്ള ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റ് വരുന്നത് തന്നെയാണ്. അങ്ങനെയുള്ള ആളുകളെ വരാൻ പാടുള്ളൂ. ലോൺ എടുത്തിട്ടോ അങ്ങനെ മറ്റുള്ളവരൊന്ന് വാങ്ങിച്ചിട്ടോ അങ്ങനത്തെ ഉള്ള പൈസ കൊണ്ടൊന്നും ഇതിനകത്ത് വരാൻ പാടില്ല. നമ്മൾക്ക് റിസ്ക് ഇല്ലാത്ത പൈസ നമ്മളെ ബാങ്കിൽ വേണം. അത് പോയാലും നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം, ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ എപ്പോഴും പണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പൈസ നമ്മളെ കയ്യിൽ ഉണ്ടാവും, പക്ഷെ അത് പോവും വരികയൊക്കെ ചെയ്യും. പക്ഷെ വരുന്ന പൈസ എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു നല്ല ഒരു ലെവലിലെത്താം, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എങ്ങനെ കൈവരിക്കാം എന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും വേണം. കാരണം നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മൾ സാലറിഡ് ആയിട്ടൊക്കെ നിൽക്കാൻ കഴിയില്ലല്ലോ. ഒരു പ്രത്യേക സമയം വരുമ്പോൾ നമുക്ക് റിട്ടയർമെൻറ്റ് വരും, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും നമ്മുടെ ലൈഫിലൊക്കെ വന്ന് ചേരാം. അത്തരം സാഹചര്യത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് വരുന്നത്. അത് നമുക്ക് പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത്, ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റ് വന്നു എന്ന് കൂട്ടിക്കോ. അപ്പോൾ ഞാനൊക്കെ വന്ന രീതിയിൽ തന്നെ ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റ് വന്നു, ആദ്യം കുറച്ച് പൈസ ഇടും, പോവും, പിന്നെ ആ സ്ട്രാറ്റജി മാറ്റും, അടുത്ത സ്ട്രാറ്റജി വെക്കും. അതിൽ 2 ദിവസം ലാഭം ഉണ്ടാവും, മൂന്നാമത്തെ ദിവസം ആ 2 ദിവസത്തെ ലാഭം കൂടെ വൈപ്പ് ഔട്ട് ചെയ്ത് കൊണ്ടുപോകും, അടുത്ത സ്ട്രാറ്റജിക്ക് ജമ്പ് ആവും. അങ്ങനെ സ്ട്രാറ്റജി ടു സ്ട്രാറ്റജി ഒരു ട്രാവലിംഗ് ആയിരിക്കും. അപ്പോൾ അത് ആദ്യം ഒഴിവാക്കുക. നമ്മൾ ഒരു സ്ട്രാറ്റജി, സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സ്ട്രാറ്റജീസ് ആയിട്ടൊന്നും ആരും എക്സിസ്റ്റ് ചെയ്യില്ല. സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജീസ് വെച്ചിട്ട് ഒരാൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിലനിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു സ്ട്രാറ്റജി ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആകാശം വന്ന് ഇടിഞ്ഞ് വീണാലും ആ സ്ട്രാറ്റജി നമ്മൾ മാറാൻ പാടില്ല. അതൊരു വർഷമെങ്കിലും കൊണ്ട് നടക്കണം. ഇനി ആകാശം ഇടിഞ്ഞ് വീണ് തന്നെ കൂട്ടിക്കോ, അതിൻ്റെ മേലെ കൂടെ നടന്നോളണം. അതിനുള്ള ഒരു ഫിനാൻഷ്യൽ ഒരു കപ്പാസിറ്റി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വേണം. ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് അടുത്ത സ്ട്രാറ്റജിക്ക് നടന്നു പോകുന്ന ഒരാൾക്ക് അയാളെ ജീവിതകാലം മൊത്തം അങ്ങനെ ആ സ്ട്രാറ്റജി ടു സ്ട്രാറ്റജി ഇങ്ങനെ ജമ്പ് ചെയ്ത് പോവുകയുള്ളൂ. എന്നും അയാൾക്ക് പണി എന്തായിരിക്കും എന്നറിയോ? യൂട്യൂബിൽ നോക്കുക, സ്ട്രാറ്റജി തപ്പ് വെക്കുക. ഈ ഒരു പ്രോസസ്സിങ്ങേ നടക്കുള്ളൂ. അതിനെക്കൊണ്ട് കാര്യമില്ല. നമ്മൾ അയോൺ കോർണർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്ട്രാങ്കിൾ ആയിക്കോട്ടെ, സ്ട്രാറ്റിൽ ആയിക്കോട്ടെ, ഞാൻ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഫിക്സ് ചെയ്ത സ്ട്രാറ്റജീസിനകത്ത് ഒരു ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ ലോസ് കാരണം അത് വിടുക, അത് നമ്മൾ ഉൾക്കൊള്ളുക. 4ാമത്തെ ദിവസം നമ്മൾ പച്ച കത്തിയിരിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ
പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. നമ്മൾ സ്ട്രാറ്റജി ടു സ്ട്രാറ്റജിക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്ന പരിപാടി നിർത്തുക. പിന്നെ ലോസ് അക്സെപ്റ്റ് ചെയ്യുക. ലോസ് എന്ന് പറയുന്ന സാധനം സ്റ്റോക്ക് മാർക്കറ്റിൽ നിർബന്ധമായിട്ട് ഒരാൾക്ക് വരും, അതിനകത്ത് യാതൊരു സംശയവും ഇല്ല. പക്ഷേ ഓവർ എ പീരിയഡ് ഓഫ് ടൈം യു ആർ ഇൻ പ്രോഫിറ്റ്. അതാണ് സ്റ്റോക്ക് മാർക്കറ്റ്. കാരണം ഇതിപ്പോൾ എങ്ങനെ മാർക്കറ്റ് പോകുന്നത് നമുക്ക് മുൻകൂട്ടി പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷേ ഒരു ഓൾമോസ്റ്റ് നമുക്കൊരു ഒരു ഒരു വ്യൂ ഉണ്ടാവും. ഒരു നമ്മൾ ചെയ്യുന്ന സ്ട്രാങ്കിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദിസ് ടു ലെഗ്സ് അതിനകത്ത് നിൽക്കുന്നുള്ളൊരു ഏകദേശ ധാരണ നമുക്കുണ്ടാവും. അപ്പോൾ അത് അതിനകത്ത് മാർക്കറ്റ് നിൽക്കും. എന്നും ഇപ്പോൾ ഒരേ സ്ട്രാറ്റജി തന്നെ വെക്കുമ്പോൾ എന്നൊരു സ്ട്രാറ്റജി ഫെയിൽ ആവില്ല, എന്നൊരു സ്ട്രാറ്റജി സക്സസ്ഫുൾ ആവില്ല. സക്സസ് റേറ്റ് ഉള്ള സ്ട്രാറ്റജി എടുക്കുക, ഒരു 60-70% സ്ട്രാറ്റജീസ് എടുക്കുക. ഓപ്ഷൻ സെല്ലിങ് സ്ട്രാറ്റജീസ് ഒക്കെ അങ്ങനെയാണ് കേട്ടോ. ഒരുവിധം എല്ലാത്തിനും പോസിബിലിറ്റി ഓഫ് വിന്നിങ് ഈസ് ഹൈ ആണ്. അപ്പോൾ അത് നമ്മൾ കീപ്പ് ഇൻ മൈൻഡ്, നമ്മുടെ മനസ്സിൽ തന്നെ വെക്കുക. നമ്മൾ ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് മറ്റൊരു സ്ട്രാറ്റജീസിലേക്ക് പാസ് ഔട്ട് ചെയ്യാണ്ടിരിക്കുക. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് പേഷ്യൻസ്. അതാണ് ഞാൻ നേരത്തെ നമ്മുടെ തംബ്നെയിലിൽ കാണിച്ചിട്ടുള്ള വൺ സീക്രട്ട് എന്ന് പറയുന്ന സാധനം. പേഷ്യൻസ് മസ്റ്റ് പേ ഓഫ് എന്നാണ്. നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേ ഓഫ് ചെയ്യും, ഒരു സംശയമില്ല. സ്റ്റോക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ വളരെ പേഷ്യൻസോട് കൂടി ചാർട്ടുകളൊക്കെ നോക്കി, ഇപ്പോൾ ഇന്നൊരു സ്ട്രാറ്റജി കിട്ടി നാളെ തന്നെ അങ്ങോട്ട് ട്രേഡ് ചെയ്യാം, അങ്ങനെ ചിന്തിക്കരുത്. ആ സ്ട്രാറ്റജിക്കകത്ത് ഇരുന്നുകൊണ്ട് നൂറുകണക്കിന് ചാർട്ടുകൾ അനലൈസ് ചെയ്ത്, നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ ചാർട്ട് ഒരു 100-200 ചാർട്ടുകളാണ് അനലൈസ് ചെയ്ത് നോക്കിയാണ്. നാളത്തെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ അതിനൊരു ഒരു ഷേപ്പ് ഉണ്ടാവും. ഇങ്ങനെ പോയാൽ ഇങ്ങനെ വരുന്ന നിഫ്റ്റിക്കൊക്കെ ഒരു കോമൺ സ്വഭാവമുണ്ട്. നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റിയൊക്കെ ആയാലും അത് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതിനകത്ത് വളരെ പേഷ്യൻസ് വേണം. പേഷ്യൻസ് ഇല്ലാത്തവർക്ക് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം 1-2 ലോസ് വരുമ്പോഴത്തേനും ഒരു ടേർന്ന് പോകും. അങ്ങനെ ഇട്ടിട്ട് പോകേണ്ട ഒരു കേസല്ലത്. സക്സസ്ഫുൾ ആയപ്പോൾ നമ്മൾ ഈ സെറോദോരൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാം 99% ഫെയിലാണ്. ഇതിൻ്റെ കാരണം എന്താ? സ്ട്രാറ്റജി ടു സ്ട്രാറ്റജി പോവുക, പേഷ്യൻസ് ഇല്ലായ്മ. അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സീക്രട്ട് എന്ന് പറയുന്നത് ദ പേഷ്യൻസ് മസ്റ്റ് പേ ഓഫ് യു. നിങ്ങൾ വീഡിയോ കാണുന്നവർ വളരെ അടിവരായിട്ടുകൊണ്ട് മനസ്സിലാക്കുക. പേഷ്യൻ്റായിട്ട് ക്ഷമയോടുകൂടി, വളരെ ക്ഷമയോടുകൂടി നിങ്ങൾക്ക് നിന്നാൽ, മാർക്കറ്റ് നിന്ന് കഴിഞ്ഞാൽ ഗ്യാരണ്ടിയാണ്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വിജയിച്ചിരിക്കും. കാരണം അതിന് ഉദാഹരണം ഞാനാണ്. ഞാൻ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടതെന്നല്ല, പക്ഷേ എനിക്ക് ലോസ് വരുന്നുണ്ട്. ഈ ലോസിനൊക്കെ ഓവർകം ചെയ്യാനുള്ള പ്രോഫിറ്റ് ഞാൻ ഉണ്ടാക്കുക. ഒരു 3 months അല്ലെങ്കിൽ ഒരു ക്വാർട്ടർലി അല്ലെങ്കിൽ ഒരു 6 months ഒക്കെ എടുക്കുമ്പോൾ ഞാൻ പ്രോഫിറ്റബിൾ ആണ്. എനിക്ക് ലോസ് ഉണ്ടാവാറുണ്ട്. ആ ലോസ് കാണുമ്പോൾ ഇട്ടിട്ട് ഞാൻ പോകാത്തതുകൊണ്ടാണ്. അടുത്തൊരു ഘട്ടത്തിൽ നമുക്ക് പ്രോഫിറ്റ് വരും, അതിനെ മേക്കപ്പ് ചെയ്യാനുള്ളൊരു പ്രോഫിറ്റ് വരും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങ് നിൽക്കുകയാണ്. അത് നമ്മുടെ സ്ട്രാറ്റജിൻ്റെ ആ സ്ട്രാറ്റജിയിലുള്ള നമ്മുടെ വിശ്വാസമാണ്. അത് ഏത് സ്ട്രാറ്റജി ആയാലും സക്സസ്ഫുൾ ആണ്. എങ്ങനെ? നമുക്ക് നമ്മുടേതായിട്ടുള്ള അനാലിസിസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ സ്ട്രാറ്റജി തിരഞ്ഞെടുത്ത് അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. നഷ്ടങ്ങൾ വരും, ആ നഷ്ടങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ 2 രീതിയിലുള്ള ആളുകളുണ്ട്. ട്രേഡിങ് ചെയ്യുന്ന ആളുകളുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് ഏത് ഗണത്തിലാണ് നമ്മൾ പെടേണ്ടതെന്നല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ട്രേഡിങ് ചെയ്ത് ട്രേഡിങ് എന്നുള്ള വരുമാനം ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ട്രേഡിങ് ഒരിക്കലും വെൽത്ത് ജനറേറ്റ് ചെയ്യില്ല. വെൽത്ത് ക്രിയേഷൻ നടക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിലാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ അംബാനിയുടെ ഒരു സംഭവം പറഞ്ഞു. അംബാനിക്ക് ഇത്രയും ആസ്തിയൊക്കെ എന്താണ്? വെൽത്താണിത്. സ്റ്റോക്ക് മാർക്കറ്റിലുള്ള വെൽത്താണ്. വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇക്വിറ്റിയിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ETF-കളിലോ എവിടെ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ചെറിയ രീതിയിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എപ്പോഴും ഒരു മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ETF ഇതിലേതെങ്കിലും ഒരു 1-2 ETF-കളും 1-2 മ്യൂച്വൽ ഫണ്ടുകളും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കാണും. അപ്പോൾ ഈ ട്രേഡിങ്ങിലൊക്കെ വരുന്ന ചെറിയ ലോസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും? അവിടെ അങ്ങനെ ഒരു പച്ച കളർ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പച്ച കളറിൽ കാണുമ്പോൾ അത് നമുക്ക് സമാധാനം നൽകും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾ മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പേഷ്യൻസ് വേണം. സ്ട്രാറ്റജി ടു സ്ട്രാറ്റജി ട്രാവൽ ചെയ്യാണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു സ്ട്രാറ്റജിയിൽ പിടിക്കുക. ആ സ്ട്രാറ്റജി കണ്ണിങ് ആയിട്ട് ഉപയോഗിക്കുക. 1-2 പ്രാവശ്യം അപ്ലൈ ചെയ്ത് ഇട്ടിട്ട് പോകരുത്. പേഷ്യൻസോട് കൂടി നിൽക്കുക. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ. അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. എന്നാലും മറ്റുള്ളവർക്ക് യൂട്യൂബിൻ്റെ അൽഗോരിതത്തെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതാണ് എനിക്കുള്ളൊരു മോട്ടിവേഷൻ. അപ്പോൾ താങ്ക് യു.